ഇടുക്കി മാങ്കുളം വിരിപ്പാറയിൽ മിനി ബസ് മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുമായി എത്തിയ ബസ്സാണ് മറിഞ്ഞത്. 1:30 കൂടിയാണ് ഈ സംഭവം. മാങ്കുളം വിരിപ്പാറ ഭാഗത്ത് റോട്ടിൽ നിന്ന് ബസ് തെന്നി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. റോട്ടിൽ നിന്ന് തൊട്ട് താഴെ തന്നെയാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. സമീപവാസികളായിട്ടുള്ള ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 25 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് പരിക്കേറ്റവർ തന്നെ പറയുന്നു. തിരുപ്പൂരിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ഇവർ. ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞവരെ മുഴുവൻ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുങ്ങിയ വഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ പുറത്തേക്ക് എടുത്ത് ആശുപത്രി വരെ എത്തിക്കാൻ അല്പം സമയമെടുക്കും. എന്നിരുന്നാൽ പോലും ചിലരുടെ പരിക്കുകൾ സാരമുള്ളതാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. പരിക്കേറ്റവരെ കിട്ടുന്ന വാഹനങ്ങളിൽ, അതായത് ജീപ്പോ കാറോ എന്ന് നോക്കാതെ കിട്ടുന്ന വാഹനങ്ങളിൽ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് യാത്രക്കാരിൽ ഏറിയ പങ്കമായിട്ടുള്ളവര്. കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളും ഈ പരിക്കേറ്റവരിൽ നിരവധിയായിട്ടുണ്ട്. ബസ് എടുത്തുയർത്താൻ കഴിയുന്ന സ്ഥിതി അല്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിനകത്ത് കയറിയ ആളുകളെ പുറത്തേക്ക് എടുക്കുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വഴിയാണ് നിലവിൽ പ്രദേശവാസികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ, അതായത് ആർക്കും ജീവഹാനി പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, ലാല, ഈ ബസ്സിലുള്ള എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒപ്പം തന്നെ ഇവരെ ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? അതെ, അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് അടിമാലി താലൂക്ക് ആശുപത്രി തന്നെയാണ്. ബസ്സിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ മാറ്റാൻ സാധിച്ചിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ 25 ആളുകളുണ്ട്, 25ഓളം ആളുകളുണ്ട് എന്നുള്ളത് ബസ്സിൽ യാത്ര ചെയ്തവർ തന്നെ നൽകിയ വിവരമാണ്. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പുറത്തെടുത്തവരെയാണ് നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്.